ശുക്രാക്ക കുറാം ക്ലാസ്സിന് പോയതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും സ്വർഗത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നരകത്ത് നിന്നോളാം. പിന്നെ കുറാം ക്ലാസ് പോയിച്ചെന്നറിയില്ല, എന്റെ മൂത്തൽ ഈമാന്റെ വിളിച്ചല്ലേ. എന്തൊരു വെളിച്ചം! ഇത് ഹൈലൈറ്റ് മാളാണ്. ഗെയിം കണ്ടമാനുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന നേരത്തെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പോകാൻ മതി. ആ കാര്യം ഞാൻ ഏറ്റുപറ്റിയ അന്റെ കാര്യത്തിലാണ് ഇപ്പച്ചക്ക് പേടി. എന്റെ കണ്ണ് കുത്തണേ. ഒന്ന് പൊയ്ക്കാളി തന്തവിടുന്നേ. നിങ്ങളൊരു ഈമാനെ വെളിച്ചം കണ്ട് പെരീക്ക് കണ്ട് വരി. ശുക്രാക്ക ഉസ്താദ് പറഞ്ഞിട്ട് ഭാര്യമാരെ മൂത്ത് നോക്കിയാലേ ഭർത്താക്ക എന്തേ ഊരടത് ഇന്റെ കല്യാണത്തിന് ആളല്ലേ രണ്ടിന് കൊടുത്ത് അനക്കത്തെ തേങ്ങ പാടേ നശിപ്പിക്കുന്നേ. എന്റെ അമ്മമാർക്ക് കൂലിട്ടുന്ന്. അവനാന്റെ ഭാര്യ ആവില്ല, വേറെ ആരും ഭാര്യ കയറ്റാം. ആരാനല്ല അവനാന്റെ. ഈ 3 മക്കളെ 12 കൊല്ലം നോക്കിക്കണ്ടേ, ഇനി ഇതിപ്പോ നോക്കിക്കണം. സൈക്കിളിൽ കൂലിട്ടുണ്ട്. ഇന്റെ പപ്പച്ചിയെ ഒന്ന് ഓടി വായോ. ഞാൻ വിളിച്ചോളാം ഇപ്പച്ചി ഇവിടെ വരി. ആ അപ്പൊ മറക്കണ്ട, 25-ാം തീയതി എല്ലാരും നേരത്തെ തന്നെ പോകുന്നുണ്ടു. എന്താടാ എന്താ മോൾട്ടിയെ? സെലീനാണെങ്കിൽ തൊള്ളി വന്ന് നോക്കിക്കൊല്ല. ഓടിഞ്ഞ നൽകിയിരുന്നാണ് പ്രേമിച്ചിന്റെ വയസ്സന്മാരെ. ഞങ്ങൾ പ്രേമിക്കപ്പോൾ ഡാൻസ് കളിച്ച് ഇവിടെ തമ്പടിച്ച് കെടുക്കടാ. ഇതാണ് ചോദിക്കാനേ. എവിടുന്ന് മോൾട്ടിയാ നമ്മുടെ അലാക്കിന്റെ പൂമ്പാറ്റ? അത് കുഞ്ഞാപ്പോളെ എന്താടാ ഇങ്ങോട്ട് നോക്കിപ്പച്ചി എനിക്ക് കല്യാണത്തിനുള്ള ഡ്രസ് ഇട്ട് കണ്ടോ കുതിരലിച്ചണേ. അത് പോനും കൂടി ഒന്നിട്ട് വെച്ചിട്ട് ഒന്നും പോടാ. ഒരു ബാല്യക്കാരൻ വന്നിക്കണത്. അറിഞ്ഞിട്ടല്ല ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ നാട്ടിലത്തെ വലിയ അലീനെ ആയിഷ അശ്വതിയോ ആരെങ്കിലും ഒരാൾ ഇട്ട ഡ്രസ് തന്നെ റെന്റിനാവുമ്പോ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പിസ്കത്തിനും കൊണ്ട് എനിക്ക് പുതിയതാണ്ട് എടുത്തന്നല്ലേ. ഇവിടെ കാല് കുത്തരുത് നിങ്ങള്. മേലോട്ട് കാല് കുത്തരുത്. വാല് മക്കൾ ഞാൻ ഇറങ്ങി പോയിക്കോ. നിങ്ങള് എന്താണ് കാട്ടുമാസം ഓനതാ എടുത്താ പോതാത്ത ചുറ്റി കയറ്റി അടക്കണോ. അടച്ച തമ്പുരാനെ, അങ്ങനെ ഓൻ ആ വിറക് കയറി കൂടെ എന്താടാ വയസ്സായ ആളെ കാട്ടുന്നത്? ആരടി ഇന്നെ പഠിപ്പിച്ചാണ് മുണ്ടല്ലേ ഉടനെ ഈ സാധു മനുഷ്യനെ മൂന്നണ്ട് പാവലടാ. കുറെ ചങ്ങല കഴിച്ചല്ലേ അനക്ക് നല്ലീനല്ലേ. തന്നല്ലേ അതിനങ്ങനെ നാട്ടിലൊരു കല്യാണമായി എല്ലാരും കൂടി റെന്റിന്റെ വൈത്താലെ പായല്ലേ. അങ്ങോട്ട് പോയല്ലേ. അല്ലാതെ പിന്നെ പുതിയ എടുക്കണമെങ്കിൽ തോനെ കായാവൂലേ. ദൂരല്ലേ ഏരപ്പാ എന്റെ മോനെപ്പോഴും നോക്കടാ. ആ ചങ്ങല അയച്ചൂലേ നീ വിരൾ എന്താ ചങ്ങൾ രണ്ടവിടെ അനുഭവിച്ചോളിട്ടാ. അന്നെ നോക്കി നേരെ പടച്ച തമ്പുരാനെ കൊന്നെ നോക്കി പറ്റിയ 445. ആരാന്നോടാ പറഞ്ഞത്? അന്നോടല്ല ഓണാരെ പറഞ്ഞു. എന്നോട് ആരടി പറഞ്ഞേ? ഇത് മുണ്ടാതെ പൊയ്ക്കോടും. ഇതെന്നാ ഒരു കാര്യം മനസ്സിലായി. അയാൾ ആട് നോക്കിങ്ങനെ ആട്ടിങ്ങാട്ടേയും കിട്ടിയിരുന്നേ. അന്റെ കയ്യിൽ കുറച്ച് പൈസ ആയപ്പോ ഉമ്മാനും മാപ്പനും മാണ്ടില്ലടാ ദജ്ജാലോ. അടുത്തന്നെ 3 പൊടിച്ചിലേക്കാരാ. പാത്തോ ഈ ചങ്ങല അത്താൻ വേണ്ടി എന്നാ പിടിച്ചാൽ 500 തല വേർത്തിരിക്കേ. കാര്യമില്ല. അന്റെ ബാപ്പാനെ എങ്ങനെ നോക്കണേ ഞങ്ങൾക്ക് തരാം. ഓർന്ന് ഇതാണ് നമ്മളെ പേര. ഇത് എത്ര ചെറിയ പേരെ, എനിക്ക് വലിയ പേര വേണം. റെന്റ് അല്ല ഇപ്പൊ ട്രെൻഡ്. കോട്ടക്കൽ സീനത്തിലൊന്ന് പോയോക്കെ. അവിടെ നിങ്ങൾ റെന്റ് എടുക്കുന്ന പൈസക്ക് ഇത് പുതിയതാണ് വാങ്ങാൻ കിട്ടും. മാങ്ങ കിട്ടും. നാട്ടുകാരിട്ട ഡ്രസ് കൊണ്ട് ഞാൻ വലിയ പേരിലെ വർക്കുള്ളൂ. പാത്തോ കഞ്ഞിരുത്താ. കഞ്ഞിയോ? എനിക്ക് കോഴി ബിരിയാണി മതി. ഞാൻ കോഴി ബിരിയാണി ഉച്ചക്ക് കഴിച്ചത്. നിങ്ങൾക്ക് കോഴി ബിരിയാണി പോത്ത് ബിരിയാണി. ആഹാ വേറെ വണ്ടിയായിട്ട് ബാക്ക് കൂടെ വരുമോ? അവിടെ ചവിട്ടല്ലേ വാങ്ങി തരും. കാട് ബിരിയാണി വേണം. ആട് ബിരിയാണി. നിങ്ങൾക്ക് ആടെ പോത്ത എന്തെങ്കിലും തരങ്ങ അങ്ങോട്ട് വരി. അല്ല ഈ പേര് ഏസില്ല. ഏസില്ല ഞാൻ ഉറങ്ങൂല. ഇവിടെ ഒരു ഫാനൊന്നുമില്ല. കൊമ്പങ്കാട് തറവാട്ടിന്ന് ഒരു പുതിയ ഇറങ്ങണ്ട ജോളപ്പൻ്റെപ്പ നിങ്ങൾ ഇന്റെപ്പ എല്ലാം ഓളെ ഡ്രസ് ഇട്ടിക്കാണ്ട് നിങ്ങൾക്ക് ഒരു കോണി കെട്ടി തൂക്കി തരാം. പാത്തോ ഈ പിരാന്തില്ല. നിങ്ങളിപ്പം ജീവിച്ചാൽ പിരാന്തമാൻ തിരിച്ചറിയില്ല. ആർക്കാണ് പിരാന്ത്? അല്ല ബാപ്പാക്കാണ് പിരാന്ത്. അന്നെ ഞാൻ വെട്ടിക്കൊല്ലുന്നു. അന്നെ ഞാൻ വെട്ടി കാല് കാണില്ല. ഇപ്പൊ കളി മതി. അങ്ങനെ ഞാൻ അവസ്ഥയല്ലോ. മയക്കാർ വരുന്നുണ്ടോന്ന് പച്ചേ പീലി വിടർത്തിക്കണം. പീലി വിടർത്തിക്കോട്ടെ. എനിക്കിപ്പോ പുതിയതാ വേണ്ടേ റെന്റാ വേണ്ടേ? എനിക്ക് റെന്റ് വേണ്ട പച്ചേ, എനിക്ക് പുതിയ തന്നെ മതി. എന്നാ ഇഞ്ഞെങ്കിലും റെന്റിന്റെ വൈത്താലെ എനിക്ക് ബിരിയാണി വേണം. കോഴി ബിരിയാണി പോന്നോ. നിങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരി. ഞാൻ കേറി കുടിക്കാതെ നിർത്താൻ വൈക്കളിക്കാത്തത്. നിങ്ങളെ വാപ്പാനെ കൊണ്ടുപോയി ഞങ്ങൾ കുടുങ്ങിക്കോ. നിങ്ങൾ വേഗം പെരീക്ക് വരി. എന്താ ഈ രണ്ടോടെ വലിയ നന്മമരെക്കാണ് കൊണ്ടുപോയതല്ല. ട്രെൻഡിന്റെ വൈത്താലെ പോയിക്കോളി. അപ്പൊ ഞാനോ? എന്റെ തന്തന്റെ വൈത്താലെ പോയി. എന്നാ ഞാനുണ്ട്. എന്നാ പോരെ. ഇപ്പൊ തന്നെ കണ്ണൂർ സീനത്ത് പോയിക്കാണ്ട് കോട്ടക്ക സീനത്ത് പോയിക്കാണ്ട് അല്ലാത്തൊരു കഥ. മോട്ടിയ കുഞ്ഞാപ്പോടെ എനിക്കറിയില്ല. അപ്പൊ എന്നോട് ഞാൻ നോക്കാൻ പറഞ്ഞല്ലേ. കുഞ്ഞാപ്പോ സാധനം വാങ്ങിക്കോളി, പൈസ ഞാൻ കൊടുത്തോളാം. വാടകയ്ക്കുള്ള സാധനത്ത് കൂടെ എടുക്കുക. എല്ലാം എന്താ അത് ഓടിച്ചിട്ടിട്ടാ മാറുന്നാളാ.
ഞങ്ങൾ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ സി ചാളി എടി എനിക്ക് എന്റെ പാടെ സ്നേഹം കേട്ടോന്നല്ല അതിന് മൂച്ചിപ്പിരാന്താടി മൂച്ചിപ്പിരാന്ത് ജിയോ മാണി വണ്ടിക്ക് പോ പണി ഞാൻ കഴിച്ചു റബ്ബേ